സരോവര ഫാമിലി വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തക്കടൂന്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. പാൽപർശയിലുള്ള ഏത് റെസ്റ്റോറൻറ്റാണ്? ബാർബിക്യൂ നേഷൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ നേഷനിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇത്രയും കേമാവുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ്ലെസ് ആണ്. ബുഫേ ആയാലും അതേപോലെ സ്റ്റാർട്ടേഴ്സ് ആയാലും എല്ലാം നമുക്ക് ഇഷ്ടപ്രകാരം കഴിക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ഉള്ളത് ആർക്കാണോ അവരുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഫുഡ് ഫ്രീ ആണ്. അതേപോലെ ഒരു 6 വയസ്സിന് താഴെയുള്ള മക്കൾക്കും ഫ്രീ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമാണ് ഫുഡിന് പൈസ വന്നിട്ടുള്ളൂ. അപ്പം ആ ഫുഡിന് ഒരു 80 ദിർഹം പ്ലസ് ടാക്സ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫുള്ള് എത്ര വേണമെങ്കിലും കഴിക്കാം. നമുക്ക് വയറ് കാലിയാക്കിയിട്ട് പോയാൽ മതി. അപ്പം അത്രയ്ക്കും വയറ് ഫുള്ളാവണ വരെ കഴിച്ചിട്ട് വരാം. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. എന്താ പറയുക, വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ്, നോൺ ആണെങ്കിൽ നോണ്, അതേപോലെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ അവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്ത് തന്നു. നമുക്ക് നമ്മുടെ ഇരിക്കണ സ്പേസിൽ തന്നെ ബാർബിക്യൂ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അതിൽ കണ്ടില്ലേ ചിക്കൻ ഉണ്ട്, അതുപോലെ ഫിഷ് ഉണ്ട്, പിന്നെ അതേപോലെ ഫിഷിൽ തന്നെ ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ അവർ ഒരു ചോളം വറുത്തത് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല തരത്തിലുള്ള സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കഴിച്ച് മതിയാവും. അത്രയ്ക്കും സ്റ്റാർട്ടേഴ്സ് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടേഴ്സ് നമുക്ക് ഫുള്ളായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർബിക്യൂ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് പറയണ വരെ അവർ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിറച്ച് കൊടുന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ബാർബിക്യൂവിൻ്റെ സെക്ഷൻ അവർ അവസാനിപ്പിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഫുഡ് അടിക്കാം. അവിടെ ഫുഡ് അടിക്കണോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബിരിയാണി ഐറ്റംസ്, ചിക്കൻ ബിരിയാണി, അതേപോലെ മട്ടൻ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, അങ്ങനത്തെ ബിരിയാണി ഐറ്റംസ് ഇഷ്ടപ്രകാരം. കറികളാണെങ്കിലും പലതരം, എന്താ പറയുക, വറുത്തരച്ച കറി, പിന്നെ സോസേജ് വെച്ചത്, അങ്ങനെ പല പല തരം. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ചോറ്, അവരുടെ തന്നെ എല്ലാ ദിവസവും അവർ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാറുണ്ട്. അത് അങ്ങനെ ഐറ്റംസ്. പിന്നെ പാനിപ്പൂരി വേണമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ്. പാനിപ്പൂരി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാനിപ്പൂരി തരും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പാനിപ്പൂരിയൊക്കെ. അതേപോലെ കുനാഫ, പാസ്ത, അങ്ങനെ ഐറ്റംസ്. അപ്പോൾ അവർ അപ്പം റെഡിയാക്കിയിട്ട് നമുക്ക് തരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അവർ അപ്പം തന്നെ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഫുഡ് ഐറ്റംസുകൾ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പല പല തരത്തിൽ മീൻ കറികളുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഇത് കണ്ട ചോറ്, അന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷായിരുന്നു അത്. അതുപോലെ മുട്ടക്കറി, ചിക്കൻ സോസേജ് പോലത്തെ സാധനങ്ങൾ. എനിക്ക് എന്താ പറയുക, എനിക്ക് പറഞ്ഞാലും തീരില്ല. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയതെന്ന്. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ ചേട്ടൻ ഇതുപോലെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു ബർത്ത്ഡേ ഒന്നും കഴിയാമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇരിക്കുമ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക വേറിട്ട അനുഭൂതി തന്നെ കേട്ടോ. നമ്മളത് എന്താ പറയുക പറഞ്ഞാലും തീരില്ല. എനിക്ക് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ പപ്പടം വറുത്തത്, അതുപോലെ അങ്ങനെ വെറൈറ്റി. പിന്നെ കേക്ക് ഐറ്റംസ്, അതേപോലെ ഐസ്ക്രീം, പിന്നെ എന്താ ജിലേബി. അപ്പം തന്നെ നമുക്ക് ജിലേബിയൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പം തന്നെ വറുത്തിട്ട് കോരി തരും. അതുപോലെ നൂൽപുട്ട് ഐറ്റംസ്, ഇതൊക്കെ വെജിറ്റബിളുടെ ഐറ്റംസാണ് കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങിയത്, അങ്ങനെ എന്തൊക്കെ വേണം, എന്തൊക്കെ ഫുഡ് കിട്ടും നമുക്ക്. എന്താ പറയുക, അതേപോലെ ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു. നമുക്ക് തിന്ന് മടുക്കും, അത്രയ്ക്കും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്നത് കണ്ടുവരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബർത്ത്ഡേക്കുള്ള കേക്ക് അവർ സെറ്റ് ചെയ്ത് തരും. അതേപോലെ ബർത്ത്ഡേക്കുള്ള ഈ ഫുഡ് അന്നത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ അവരുടെ. എനിക്കതിന് പേരൊന്നും അറിയില്ല, പക്ഷേ നല്ല രസമായിരുന്നു അത് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കേക്ക് സെറ്റ് ചെയ്ത് തന്നു അവർ. പിന്നെ അവർ പാട്ട് സെറ്റ് ചെയ്ത് തരും, ബർത്ത്ഡേയുടെ പാട്ട് വെച്ച് തരും.
പിന്നെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ക്ലാപ്പ് ചെയ്തിട്ട് വിഷസൊക്കെ പറയും. അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ. നല്ല ഒരു നൈറ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. മോന് ഭയങ്കര ലക്കുണ്ട് എന്തായാലും, കാരണം മോൻ കാരണം ഞങ്ങൾക്കും ലക്കായി. അങ്ങനെ ഒരു വേറിട്ട അനുഭൂതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. It's been too long now. I think that I'm on a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me. Life is our game that we play. I won't get away. We can find a safe place within our company. Within our company. Within our company. So come closer to me. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എല്ലാ ഫുഡും ടേസ്റ്റ് നോക്കി. ഒരുവിധം ഫുഡൊക്കെ ടേസ്റ്റ് നോക്കി കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചേട്ടൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കോഫി, ഞാനൊരു സുലൈമാനിയാണ് ടേസ്റ്റ് ചെയ്തത്, ചേട്ടൻ ഇറാനി കോഫിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയറും മനസ്സും ഒക്കെ നിറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം കേട്ടോ. അപ്പോൾ ബെസ്റ്റ് പ്ലേസാണ് ബാർബിക്യൂ നേഷൻ ബർഷ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു.